പുരോഗതിയുടെ പടവുകളേറെ താണ്ടിയിട്ടും പാരമ്പര്യം കൈവിടാത്ത ഒട്ടേറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഖത്തർ ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. അതിലൊന്നാണ് റമദാനിലെ ഇഫ്താർ പീരങ്കികൾ. നോമ്പുതുറ അറിയിക്കാനുള്ള പഴയകാലത്തെ മാർഗമാണിത്. രാജ്യത്തെ പലയിടങ്ങളിലും ഇന്നും നോമ്പുതുറ അറിയിച്ച് ഇഫ്താർ പീരങ്കികൾ വെടിമുഴക്കുന്നുണ്ട്. ദോഹയിലെ സൂഖ് വാക്കിഫിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആകാശത്ത് അന്തിച്ചോപ്പ് വീണു തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും സൂക്ക് വാക്കിഫിന്റെ മുറ്റം ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. സൂക്കിലെ ഇഫ്താർ പീരങ്കി കാണാനെത്തിയവരാണ്. പല ദേശക്കാർ, പല ഭാഷക്കാർ. എല്ലാവരുടെ കണ്ണിലും കൗതുകം. كثير الجو حلو، كثير الأجواء حلوة بقطر. everything is good. മഗ്രിബ് ബാങ്കിനുള്ള സമയമെടുത്തു. പട്ടാളക്കാർ പീരങ്കിയിൽ വെടി നിറച്ചു. ആളുകൾ അത് ക്യാമറയിൽ പകർത്താൻ തിരക്കുകൂട്ടി. പിന്നീട് കൗണ്ട് ഡൗൺ. പുരുഷാരം അതേറ്റു വിളിച്ചു. It was wonderful experience. First time seeing, so yeah. സെക്കൻഡ് ടൈം ഇത് കാണുന്നത് നല്ല രസമുണ്ടായിരുന്നു. ഒരു 6 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നും വന്നു. അല്ല, കഴിഞ്ഞ വർഷത്തേക്കാളും നല്ല തിരക്കാണ്. നല്ല എക്സ്പീരിയൻസാ. തിക്കും തിരക്കാണ്. മക്കള് കുറെ ആൾ കരയുന്നുണ്ട് ഗിഫ്റ്റ് കിട്ടിയിട്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല അനുഭവമായിരുന്നു. ഫാമിലിക്കൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നല്ല എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എനിക്കും അതുപോലെ തന്നെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നതും. നല്ല രസമുണ്ടായിരുന്നു. മക്കൾക്കൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പിടിച്ചു നല്ലപോലെ പിടിച്ചു. അടിപൊളിയാണ്. ഇഫ്താർ ഇൻഡിക്കേഷൻ ആണ് ആക്ച്വലി. അത് നല്ലൊരു അനുഭവം തന്നെയാണ്. എല്ലാ വർഷമുള്ള എന്ത് തന്നെയാണ്. നോമ്പ് 1 മുതൽ 30 വരെ ഉണ്ടാവലുണ്ട്. അപ്പോൾ എന്തായാലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാണണം. വൺ ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യണം. ഇങ്ങനത്തെ സംഭവമാണ്. ഇഷ്ടംപോലെ വിദേശികളും മലയാളികളൊക്കെ ഇവിടെ ഈ ഒരു ഇഫ്താർ കാണാനായിട്ട് വരാറുണ്ട്. ഇത് ഒരിക്കലെങ്കിലും ഈ ഖത്തറിലെ ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ദോഹയിലെ സൂക്ക് വാക്കിഫിൽ നിന്നും അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1.